ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഭ നൽകുന്ന പ്രോത്സാഹനങ്ങളും കൈത്താങ്ങലുകളും മറക്കരുത്. കോഴിക്കോട് മൗണ്ട് ഹെർമോൻ അരമനയിൽ നടന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിൽ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമ്യോസ് തിരുമേനി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മലബാർ ഭദ്രാസനത്തിലെ 71 വിദ്യാർത്ഥികൾക്ക് 10,60,000 രൂപ വിതരണം ചെയ്തു. പഠിക്കുവാൻ സമർത്ഥരും പഠനത്തിന് കൈത്താങ്ങലുകൾ ആവശ്യമുള്ളവരുമായ വിദ്യാർത്ഥികളെ കണ്ടെത്തി ഐക്കൺ ചാരിറ്റീസും ആയി ചേർന്നാണ് സഭ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. അഭിവന്യ തിരുമേനിയെ കൂടാതെ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ഗീവർഗീസ് ജോർജ്, ഫാദർ എബി കുര്യൻ, ഫാദർ സിബി തോമസ്, ഫാദർ അരുൺ സക്കറിയ, ഫാദർ പോൾ ജി ജോൺ, ഫാദർ വിനോദ് ജോസഫ്, ഫാദർ എൽദോസ്, ഫാദർ അജി എബ്രഹാം, ഫാദർ ലിജോ ജോസ്, ഫാദർ ഷിബു വിൽസൺ എന്നിവർ സംബന്ധിച്ചു. ഐക്കൺ ചാരിറ്റീസിൻ്റെ ചുമതല നിർവഹിക്കുന്ന ശ്രീ ജോർജ് എബ്രഹാം ഇപ്രകാരമുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ജർമ്മനിയിലെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള ഡയലോഗിൽ സഭയുടെ ദൗത്യത്തിൽ പ്രവാസികളുടെ സുപ്രധാന പങ്കിനെ ഊന്നിപ്പറഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാർച്ച് 27 വ്യാഴാഴ്ച ജർമ്മനിയിലെ ബെർലിൻ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള തുടർച്ചയായ സംവാദത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. പരിശുദ്ധ സഭയിൽ പ്രവാസി സമൂഹം സഭയിൽ നിന്ന് വേർപിരിഞ്ഞതോ ബാഹ്യമോ ആയ സമൂഹമല്ല, മറിച്ച് ഇന്നത്തെ ആഗോളവൽക്കരിക്കപ്പെട്ട ലോകത്ത് സഭയുടെ ബൃഹത്തായ വിപുലീകരണത്തിന് ദൈവം നൽകിയ അനുഗ്രഹമാണെന്നും പ്രവാസി സമൂഹങ്ങൾ വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള പാലങ്ങളായി വർത്തിക്കുന്നുവെന്നും അവരുടെ അനുഭവങ്ങളിലൂടെയും പ്രതിഫലനങ്ങളിലൂടെയും മാതൃസഭയെ സമ്പന്നമാക്കുന്നുണ്ടെന്നും അർത്ഥവത്തായതും നിലനിൽക്കുന്നതുമായ എക്യുമെനിക്കൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സഭയുടെ സാന്നിധ്യവും ദൗത്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രവാസികൾ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നും പരിശുദ്ധ ബാവ പറഞ്ഞു. മാർച്ച് 26 മുതൽ 28 വരെ ബെർലിനിൽ നടത്തപ്പെട്ട ഈ സംവാദത്തിൽ അഭിവന്യ തിരുമേനിമാർ, പുരോഹിതന്മാർ, വിവിധ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ എന്നിവർ ഒരുമിച്ച് പങ്കെടുത്തു. ജർമ്മനിയിലെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള ഡയലോഗിൻ്റെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന പരിശുദ്ധ കാതോലിക്ക ബാവായെ ബെർലിനിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, റോമൻ കത്തോലിക്ക സഭ ദേവാലയങ്ങളിലേക്ക് സഹോദരി സഭയിലെ അഭിവന്യ പിതാക്കന്മാർ സ്വീകരിക്കുകയും പരിശുദ്ധ ബാവ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മാർച്ച് 30 ജർമ്മനി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ ബാവ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഏബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനി സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ജർമ്മനിയിലെ ഇടവകയുടെ നിലവിലുള്ള വളർച്ചയെക്കുറിച്ചും സഭയുടെ കുടിയേറ്റത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇടവകാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. CSI മഹാ ഇടവക ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ പിതാവിൻ്റെ 60ാം ജന്മദിനത്തിൽ മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമ്യോസ് തിരുമേനി ആശംസകൾ അർപ്പിക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി 2ാം തലമുറ ലീഡ്ലെസ് പേസ് മേക്കർ വിജയകരമായി പൂർത്തിയാക്കി. പരുമല കാർഡിയോളജി വിഭാഗം ഹൃദ്രോഗ ചികിത്സയിൽ നൂതന സാങ്കേതിക വിദ്യയുമായി പരുമല ആശുപത്രി. ലീഡുകളില്ലാത്ത 2ാം തലമുറ പേസ് മേക്കർ വിജയകരമായി പൂർത്തിയാക്കി. അമേരിക്കൻ കമ്പനിയായ അബോട്ട് വികസിപ്പിച്ച അവീർ ലീഡ്ലെസ് പേസ് മേക്കർ എന്ന ഉപകരണമാണ് പരുമല ആശുപത്രിയിൽ 3ാം തവണയും വിജയകരമായി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളിൽ പരമ്പരാഗത പേസ് മേക്കർ ചികിത്സയിൽ വലിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലീഡുകളും പൾസ് ജനറേറ്ററുകളും ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ചില രോഗികളിൽ സങ്കീർണതകൾ സൃഷ്ടിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ലീഡുകളില്ലാത്ത ചെറിയ പേസ് മേക്കറുകൾ ഹൃദ്രോഗ ചികിത്സയിൽ പുതിയൊരു വഴിത്തിരിവായി. മുൻപ് ഉപയോഗിച്ചിരുന്ന ലീഡ്ലെസ് പേസ് മേക്കറുകളുടെ ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് അബോട്ട് അവീർ ലീഡ്ലെസ് പേസ് മേക്കറിൻ്റെ വരവ്. 17 മുതൽ 21 വർഷം വരെ പ്രതീക്ഷിക്കുന്ന ബാറ്ററി ആയുസ്, ഭാവിയിൽ ആവശ്യമെങ്കിൽ പ്രത്യേക കത്തീറ്റർ ഉപയോഗിച്ച് ഉപകരണം വീണ്ടെടുക്കാനും സാധിക്കുക, ആവശ്യമെങ്കിൽ ഡ്യുവൽ ചേംബർ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നിവയാണ് ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾ. അഖില മലങ്കര ബാലസമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വ്യാപനത്തിനെതിരെയും ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി യുവതലമുറയെ ബോധവൽക്കരിക്കുവാനും
ലഹരി ഉപയോഗത്തിന്റെ വിപത്തുകളെപ്പറ്റി വിദ്യാർത്ഥി സമൂഹത്തെ സ്വയം ബോധവാന്മാരാക്കുവാനും വിവിധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ഏകിക്കൊണ്ട് എറൈസ് എന്ന പേരിൽ വീഡിയോ മേക്കിംഗ് മത്സരം ക്രമീകരിച്ചിരിക്കുകയാണ്. ലഹരിരഹിത സമൂഹത്തിനായി ഒരുമിച്ച് എഴുന്നേൽക്കാം, ഒരുമിച്ച് പോരാടാം എന്ന ലക്ഷ്യത്തിൽ ഏവരും ഭാഗവാക്കാകണമെന്ന് താൽപ്പര്യപ്പെടുന്നു. പരുമല ആശുപത്രിയിൽ പെരിഫറൽ ആർട്ടറി രോഗങ്ങൾക്കുള്ള സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് ആശുപത്രി CEO ഫാദർ MC പൗലോസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ്, ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമേഹ രോഗികൾ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, കാലുകളിൽ ഉണങ്ങാത്ത മുറിവുകളുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവർ, പുകവലി ശീലമാക്കിയവർ തുടങ്ങിയവർക്ക് ക്യാമ്പിൽ സൗജന്യ സ്ക്രീനിംഗ് നടത്തി. പെരിഫറൽ ആർട്ടറി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. മാർച്ച് 28, 29 തീയതികളിലായിരുന്നു ക്യാമ്പ് നടത്തപ്പെട്ടത്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 60-ാം ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. പാമ്പാടി ദേറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം, മെത്രാസന സെക്രട്ടറി ഫാദർ KM സഖറിയ, പെരുന്നാൾ ജനറൽ കൺവീനർ ഫാദർ മാത്യു വർഗീസ്, ജോയിന്റ് കൺവീനർ സാബു വർഗീസ്, വെരി റവറൻ ജോൺ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ, വെരി റവറൻ ജോസഫ് റമ്പാൻ, വെരി റവറൻ മത്തായി റമ്പാൻ, വന്യ വൈദിക ശ്രേഷ്ഠരും വിശ്വാസികളും പങ്കെടുത്തു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 70 വയസ്സ് പൂർത്തിയാക്കി പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ ദർശിച്ചവരുടെ സ്നേഹസംഗമം നടത്തപ്പെട്ടു. 60-ലധികം വ്യക്തികൾ സംഗമത്തിൽ പങ്കെടുത്തു. പരിശുദ്ധ പിതാവിനെക്കുറിച്ച് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. പാമ്പാടി മാർ കുറിയാക്കോസ് ദേറായിൽ പാമ്പാടി തിരുമേനിയുടെ ചരമജൂബിലി ആചരണത്തോട് അനുബന്ധിച്ച് താബോർ സ്റ്റോർ ആൻഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു വർഗീസ് പുളിമൂട്ടിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഫാദർ തോമസ് മാത്യു തിണ്ടിയത്ത് അധ്യക്ഷത വഹിച്ചു. കോട്ടയം ഭദ്രാസനത്തിലെ വനിതാ സംരംഭമായ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഷോപ്പിന്റെ പ്രവർത്തനം. പള്ളി സാമഗ്രികൾ, ആരാധനയ്ക്കുള്ള പുസ്തകങ്ങൾ, വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. ഭദ്രാസന ഡയറക്ടർ ജോസ് തോമസ്, ആനിമേറ്റർ ലവ്ലി ഫിലിപ്പ്, സിലു ബെഞ്ചമിൻ എന്നിവർ പ്രസംഗിച്ചു. പെരുന്നാളിനോട് അനുബന്ധിച്ച് പാമ്പാടി പെരുന്നാൾ സർവ്വമത സമ്മേളനവും യുവജന സംഗമവും നടത്തപ്പെട്ടു. ഇന്ത്യ ലൈവിൽ തിളങ്ങി പരുമല കാർഡിയോളജി വിഭാഗം. ഇന്റർവെൻഷണൽ കാർഡിയോളജി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട 14ാമത് ഇന്ത്യ ലൈവ് കോൺഫറൻസിൽ പരുമല കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മഹേഷ് നളിൻ കുമാർ, കൺസൾട്ടന്റുമാരായ ഡോക്ടർ ആര്യ സുഭദ്ര, ഡോക്ടർ ജോയൽ ജെ കണ്ടത്തിൽ എന്നിവർ പരുമലയിൽ ചെയ്ത അതിസങ്കീർണമായ കേസുകളുടെ വിവരങ്ങളെപ്പറ്റി പ്രഭാഷണം നടത്തി. ആഗോളതലത്തിൽ പ്രശസ്തരായ കാർഡിയോളജിസ്റ്റുകൾ, ഗവേഷകർ, മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവർ പങ്കെടുത്ത ഇന്ത്യ ലൈവ് പ്രോഗ്രാമിൻ്റെ വൈവിധ്യമാർന്ന സെഷനുകളിൽ പ്രഭാഷണങ്ങളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടുത്തിയിരുന്നു. ഹൃദയ സംബന്ധമായ രോഗനിർണയത്തിലും ഏറ്റവും പുതിയ ചികിത്സാ പുരോഗതിയും സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ഈ രംഗത്ത് പ്രഗത്ഭർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്വാഭിമാനം ശൗചാലയ പദ്ധതി കോവിൽമലയ്ക്ക് സമർപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി മെത്രാസനത്തിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലൂടെ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഗ്ലോബലിൻ്റെയും മെത്രാസനത്തിലെ സെൻറ്റ് ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള 2 ആദിവാസി രാജവംശങ്ങളിൽ ഒന്നായ മന്നാൻ എന്ന ആദിവാസി സമുദായത്തിൻ്റെ രാജതലസ്ഥാനമായ ഇടുക്കി ജില്ലയിലെ കോവിൽമലയിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. ഇടുക്കി മെത്രാപ്പൊലിത്ത സഖറിയ മാർ സേവേറിയോസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കോവിൽമല രാജാവ് രാജമന്നാൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഗ്ലോബലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സുജിത് ജോസ്, സെക്രട്ടറി രൂപയ്ക്ക് ഇടുക്കി മെത്രാസന സെക്രട്ടറി ഫാദർ ബിജു ആൻഡ്രൂസ്, സെൻറ്റ് ഗ്രിഗോറിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെത്രാസന കൗൺസിൽ അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ഇത് വൈകിയുദിച്ച വിവേകം ആത്മാർത്ഥമെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന പാത്രിയാർക്കീസ് വിഭാഗം ബദൽ കാതോലിക്കായുടെ നിലപാടിനെ
സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത. എത്രയോ കാലങ്ങളായി മലങ്കര സഭ ഇക്കാര്യം ആവശ്യപ്പെടുന്നു. ആരോടും ക്ഷമിച്ചാലും ദേവലോകത്തെ കാതോലിക്കയോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ സമാധാനത്തിൻ്റെ സ്വരമുയർന്നത് നന്നായി. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനമുണ്ടാകും. കേസുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഈ കേസുകൾക്കെല്ലാം തുടക്കം കുറിച്ചത് ആരാണെന്നത് വിസ്മരിക്കരുത്. മലങ്കര സഭയെ കേസുകളിലേക്ക് വലിച്ചിട്ടത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗമാണ്. ചരിത്രത്തെ വിസ്മരിച്ച് ബദൽ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും മെത്രാപ്പൊലീത്ത പ്രതികരിച്ചു. നിയമം അനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മാത്രമാണ് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. കാഞ്ഞിരമറ്റം പള്ളിയിൽ നിന്നും നിയമം ലംഘിച്ചതിനാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. കോടതി വിലക്കുള്ള സ്ഥലത്ത് പ്രവേശിച്ച ശേഷം കേസുണ്ടാകുമ്പോൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. പ്രവേശന വിലക്കുള്ള സ്ഥലത്ത് അനധികൃതമായി കടക്കാതിരിക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. ആർക്കെങ്കിലുമെതിരെ കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയുമധികം തവണ നിയമം ലംഘിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. 1934 ഭരണഘടനയെ അംഗീകരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യവാങ്മൂലം എഴുതിക്കൊടുത്ത മെത്രാപ്പോലിത്തമാരിൽ ഒരാളാണ് അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. എന്നാൽ പിന്നീട് അദ്ദേഹം ഭാരതത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയും നീതിപീഠം അംഗീകരിച്ച ഭരണഘടനയെയും ധിക്കരിച്ച് പ്രവർത്തിക്കുന്നതായി ആണ് കണ്ടിട്ടുള്ളത്. ചർച്ചകളുണ്ടാകേണ്ടത് രാജ്യത്തിൻ്റെ നിയമം അംഗീകരിക്കുന്നവർ തമ്മിലാകണമല്ലോ. അത് വ്യക്തമായി പറയുവാൻ അദ്ദേഹം സന്നദ്ധനാകണം. സമാധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യപടി രാജ്യത്തിൻ്റെ നിയമത്തെ അംഗീകരിക്കുക എന്നതാണ്. രാജ്യത്തെ നിയമത്തെ അംഗീകരിച്ചുള്ള സമാധാനത്തിന് തയ്യാറില്ലെങ്കിൽ അക്കാര്യവും അദ്ദേഹം വ്യക്തമാക്കണം. പൂർണ്ണമായും മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകുക എന്നത് ഉചിതം. മലങ്കര സഭയ്ക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തെ അടർത്തി മാറ്റരുത്. നിയമം നടപ്പിലാക്കിയ പള്ളികൾ പിടിച്ചെടുക്കപ്പെട്ടു എന്ന വ്യാഖ്യാനം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പള്ളികൾ യഥാർത്ഥ അവകാശികളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത്. വ്യവഹാരരഹിത മലങ്കര സഭ എന്ന ഏവരുടെയും അഭിലാഷം പൂവണിയാൻ നമുക്ക് ക്രൈസ്തവ മാർഗത്തിലൂടെ ശ്രമിക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭ പതിറ്റാണ്ടുകളായി മുന്നോട്ട് വയ്ക്കുന്നതും ഇതേ ആശയമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന മെത്രാപ്പൊലിത്ത മാർ പഖോമിയോസ് കാലം ചെയ്തു. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പും പാത്രിയർക്കൽ വികാരിയും ബെഹേറ, മത്രൂ ആൻഡ് ദ വെസ്റ്റേൺ പെൻറ്റാപോലിസ് എന്നീ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലിത്തയും മൗണ്ട് ഖലാലിലെ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ മക്കാറിയോസിൻ്റെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിരുന്ന അഭിമന്യ മെത്രാപ്പൊലിത്ത പഖോമിയോസിൻ്റെ വിയോഗത്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അഭിമന്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സഭാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഡൽഹിയിലെ ഹൗസ് ഖാസിലുള്ള സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ 2025 ഏപ്രിൽ 1 മുതൽ ശാന്തിഗ്രാം വിദ്യാനികേതൻ സ്കൂളിൻ്റെ നടത്തിപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ചാലിശ്ശേരി സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ സഭാതർക്കം നിലനിൽക്കുന്നു എന്നുള്ള വാർത്ത നീതിയുടെയും ബഹുമാനപ്പെട്ട കോടതി വിധികളുടെയും നഗ്നലംഘനം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 2020 ഓഗസ്റ്റ് 20 വികാരിക്ക് ഇടവകയുടെ താക്കോൽ കൈമാറിയത് ജില്ലാ ഭരണകൂടമായിരുന്നു. ഇനിയും സഭാതർക്കം ഉയർത്തിക്കൊണ്ടുവരുന്നതും വിമതർക്കു വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ജില്ലാ ഭരണകൂടം കുടപിടിക്കുന്നതും പ്രതിഷേധാർഹമാണ്. സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയ്ക്ക് പള്ളി ഓഫീസുമായി ബന്ധപ്പെടുന്നവർക്ക് നിലവിൽ സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന നടത്തി കൊടുക്കുന്നുണ്ട്. വൈദികൻ ആവശ്യമില്ലെങ്കിൽ ആയതും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്നത് ക്രമസമാധാനമുണ്ടാക്കി വിദേശ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ആയതിന് ജില്ലാ ഭരണകൂടം രാഷ്ട്രീയ സ്വാധീനത്തിന് നിന്നുകൊടുക്കുകയാണ്. നിലവിൽ സെമിത്തേരിയിൽ പ്രാർത്ഥനാ വിഷയത്തിൽ മറുവിഭാഗത്തിൻ്റെ ആവശ്യം കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിൽ ഒറ്റപ്പാലം RDO കക്ഷിയാണ്. കേരള ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് പെറ്റീഷൻ കേസും കോടതി തള്ളി. പട്ടാമ്പി ഹൈക്കോടതിയിൽ നടക്കുന്നു. സിവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തിൽ വീണ്ടും ഏകപക്ഷീയമായ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ച് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം സബ് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ 2025 മാർച്ച് 29 വികാരി റവറൻഡ് ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ടവർക്കും പരാതി കൊടുക്കാനും തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും മറുവിഭാഗം പള്ളി ഗേറ്റിൽ മാർഗതടസ്സം ഉണ്ടാക്കുന്നു. ഒറ്റപ്പാലം സബ് കളക്ടറുടെ സെമിത്തേരി താൽക്കാലിക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മറുവിഭാഗം ആളുകൾ പള്ളി സെമിത്തേരിയിൽ ക്രമസമാധാനം നശിപ്പിക്കുവാൻ തീയിട്ടു എന്ന് സംശയിക്കുന്നു. ചുറ്റും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവെങ്കിലും സംഭവ സ്ഥലത്ത് ആരും എത്തിയില്ല.
പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ജില്ലാ കളക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് നീതിക്ക് നിരക്കാത്തതാണ്. ചാലിശ്ശേരി പള്ളിയുടെ അവകാശ തർക്കം തീർന്ന സാഹചര്യത്തിൽ വീണ്ടും ക്രമസമാധാന വിഷയം ഉന്നയിക്കുന്നതിൽ നിന്നും ഒറ്റപ്പാലം സബ് കളക്ടർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുകൾ പാലിക്കണമെന്നും പള്ളി ഭരണസമിതി ആവശ്യപ്പെടുന്നു. ട്രസ്റ്റി ഷാജു ചെറുവത്തൂർ, സെക്രട്ടറി സിജോ എന്നിവർ സംസാരിച്ചു. വടക്കൻ മണ്ണൂർ സെന്റ് തോമസ് ഇടവകയുടെ വെരി റെവറൻ OT കുര്യാക്കോസ് കോറെപ്പിസ്കോപ്പയുടെ ഓർമ്മയ്ക്ക് നടത്തിയിരുന്ന സൺഡേ ക്ലിനിക്കിന്റെ പുനർപ്രവർത്തന ഉദ്ഘാടനം അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കരോസ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. ചണ്ഡീഗഡിൽ നടന്ന അന്തർ സർവകലാശാല തുഴച്ചൽ മത്സരത്തിൽ സ്വർണം നേടിയ ജസ്റ്റിൻ സാം ജിജിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.